ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നും ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു ബാത്തിങ് പൗഡറാണ്. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്തിങ് പൗഡറാണ്. ചില കുട്ടികൾക്ക് നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാറില്ലേ, അപ്പോൾ ആ സമയത്ത് ബാത്തിങ് പൗഡറാണ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം സോപ്പിനേക്കാൾ നല്ലത് ബാത്തിങ് പൗഡറാണ്. സോപ്പ് ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാക്കും, ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, അതേപോലെ തന്നെ റെഡായിട്ട് റാഷസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ബാത്തിങ് പൗഡറാണ് കൂടുതൽ നല്ലത്. ഞാൻ കുറേ ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്ക് നല്ല പനിയായിരുന്നു, ഒരാഴ്ചയായി പനിയായിട്ട് ഇപ്പോഴും നന്നായിട്ട് റിക്കവറായി വരുന്നത്. ഈ ഒരു ബാത്തിങ് പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും അതേപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണ്. അപ്പം നമ്മൾ ഈ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറുപയറാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ദാളാണ്, ചുമന്ന പരിപ്പ്. പിന്നെ ഉള്ളത് ഓട്സാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൂടി ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. കാരണം അത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് പൊടിച്ചതിന് ശേഷം ഈക്വൽ അളവിൽ എടുത്ത് യൂസ് ചെയ്താൽ മതി. ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. വളരെ കുറച്ച് അളവിൽ ഞാനിത് എടുത്തിരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെക്കാറില്ല, കാരണം അത് തീർന്നതിന് ശേഷം വേണമല്ലോ നമുക്ക് അടുത്ത് ഉണ്ടാക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരുപാട് എമൗണ്ട് എടുത്ത് ഉണ്ടാക്കി വെക്കാറില്ല. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന പച്ചമഞ്ഞൾ ഉണങ്ങിയതാണ്. അത് നമ്മൾ കറിയിൽ ചേർക്കുന്ന മഞ്ഞളല്ല, നമ്മൾ പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞളല്ല, നോർമൽ പച്ചമഞ്ഞൾ വെറുതെ കട്ട് ചെയ്ത് ഉണക്കിയെടുത്ത മഞ്ഞളാണ്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. വളരെ കുറച്ച് എമൗണ്ടേ എടുക്കാവുള്ളൂ. ഇനി ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ആണെങ്കിൽ നിങ്ങൾക്കിതിന് രക്തചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൊടിയോ ഒക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിൽ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. കഴുകിയതിന് ശേഷം 2-3 ദിവസം ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് ക്ലീനായിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഇത് ആക്കി എടുത്ത് വെക്കാം. ഇത് കുറേ നാളത്തേക്ക് കേടാകാതെ ഇരുന്നോളും. പിന്നെ നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് സ്പൂണിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. വെള്ളമുള്ള സ്പൂണിട്ട് എടുക്കാതിരിക്കുക. എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൂത്തു പോകും, ചീത്തയായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എമൗണ്ട് എടുക്കുക. ഞാനിവിടെ ചെറിയ 2 സ്പൂണാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന തൈരാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് രണ്ടും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പാലും തൈരും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ, വെറും വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം. ബോഡിയിൽ മാത്രമല്ല ഫേസിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റബ്ബ് ചെയ്യരുത്. ഫേസ് ചിലപ്പം ഡാമേജ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി തൈര് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ലൂസാക്കിയെടുത്തത്. ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ് കിട്ടും. നന്നായിട്ട് ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ തന്നെ ബോഡി നന്നായിട്ടൊന്ന് ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കും. ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ തേച്ചതിന് ശേഷം ഒരുപാട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഒരുപാട് 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കയറാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരു അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.